ഒരിക്കൽ കൂടി എല്ലാവർക്കും ബയോവേഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +2 സുവോളജി ലാബ് പ്രാക്ടിക്കൽ എക്സാമിലെ ക്വസ്റ്റ്യൻ നമ്പർ 1, അതായത് ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇതിൽ നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻവെർട്ടിബ്രേറ്റ് ആനിമലിൻ്റെ ഇമേജ് നിങ്ങൾക്ക് ഈ കാണുന്ന ഏതെങ്കിലും ഒരു ഇൻവെർട്ടിബ്രേറ്റ് ആനിമലിൻ്റെ ഇമേജ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഈ ഒരു ഇമേജ് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് എക്സാമിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ ചെയ്യുകയും വേണം. ഇതിനാകെ 1 മാർക്കാണ് ഉണ്ടാവുക. 1 മാർക്കിൽ 1/2 മാർക്ക് ഐഡൻറ്റിഫിക്കേഷനാണ്. രണ്ടാമത്തെ 1/2 മാർക്ക് ഓരോ ജീവിയെ പറ്റിയും ഏതെങ്കിലും ഒരു പ്രത്യേകമായ ചോദ്യം ഉണ്ടായിരിക്കും. നിങ്ങൾ അതിൻ്റെ ആൻസർ ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അതിൽ ഒന്നാമതായിട്ട് വരാറുള്ളത് ഒന്നാണ് ഹൈഡ്രയുടെ ചിത്രം. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഹൈഡ്ര. ഈ ഹൈഡ്രയുടെ ഡയഗ്രം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേര് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/2 മാർക്ക് കിട്ടും. രണ്ടാമതായി ചോദിക്കാറുള്ളത് ഹൈഡ്രയുടെ ഐഡൻറ്റിഫിക്കേഷൻ ക്യാരക്ടറാണ് ചോദിക്കുക, ഐഡൻറ്റിഫിക്കേഷൻ ഫീച്ചർ. അപ്പോൾ അതിൽ നമുക്ക് ആകെ 1 പോയിൻ്റ് മാത്രം എഴുതിയാൽ മതി. നിങ്ങൾക്ക് എഴുതാവുന്ന ഏറ്റവും സിമ്പിളായൊരു പോയിൻ്റാണ് ടെൻറ്റക്കിൾസ് പ്രസൻറ്റ്. ഇത്ര എഴുതിയാൽ മാത്രം മതി. ഏറ്റവും സിമ്പിളായിട്ടുള്ള പോയിൻ്റ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ. ഓക്കെ, ഇതാണ് നിങ്ങൾ എഴുതേണ്ട പോയിൻ്റ്. അപ്പോൾ നിങ്ങളോട് ഐഡൻറ്റിഫൈ ദ ഓർഗാനിസം ആൻഡ് റൈറ്റ് 1 ഐഡൻറ്റിഫൈങ് ഫീച്ചർ എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഹൈഡ്ര എന്ന് പേരെഴുതുക. തൊട്ടു താഴെ ടെൻറ്റക്കിൾ പ്രസൻറ്റ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, രണ്ടാമതായി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇനി ഹൈഡ്ര അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുക ഒരു പക്ഷേ ലിവർ ഫ്ലൂക്ക് ആയിരിക്കും. ലിവർ ഫ്ലൂക്കിനെ പറ്റി ചോദിക്കുമ്പോൾ സാധാരണയായിട്ട് അവർ ഏറ്റവും കൂടുതലായി ചോദിക്കാറുള്ളത് അതിൻ്റെ പാരസൈറ്റിക് അഡാപ്റ്റേഷനാണ് സാധാരണയായിട്ട് ചോദിക്കാറുള്ളത്. സോ ലിവർ ഫ്ലൂക്കിൻ്റെ പാരസൈറ്റിക് അഡാപ്റ്റേഷൻ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ബോഡി ഈസ് കവേർഡ് വിത്ത് ക്യൂട്ടിക്കിൾ. ബോഡിയിൽ എന്ത് പ്രസൻ്റാണ്? ക്യൂട്ടിക്കിൾ പ്രസൻ്റാണ് എന്നൊരു പോയിൻ്റ് എഴുതിയാൽ നിങ്ങൾക്ക് 1/2 മാർക്ക് ലഭിക്കും. അതിൻ്റെ ഫുൾ മാർക്ക് തന്നെ ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും അധികവും ചോദിക്കുക. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ജനറൽ ഫീച്ചർ കൂടി അല്ലെങ്കിൽ ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ ചോദിക്കുകയാണെങ്കിൽ അതുകൂടി ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. അധികവും ചോദിക്കാറുള്ളത് പാരസൈറ്റിക് അഡാപ്റ്റേഷനാണ്. ഓക്കെ, ഇനി മൂന്നാമതായി ചോദിക്കാറുള്ളത് ഒന്നാണ് റൗണ്ട് വേമിൻ്റെ ഒരു ചിത്രം തരും. റൗണ്ട് വേം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ റൗണ്ട് വേമിൻ്റെയും സാധാരണയായിട്ട് പാരസൈറ്റിക് അഡാപ്റ്റേഷനാണ് ചോദിക്കാറുള്ളത്, അധികവും ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ റൗണ്ട് വേമിൻ്റെ പാരസൈറ്റിക് അഡാപ്റ്റേഷൻ അതും ക്യൂട്ടിക്കിളിൻ്റെ പ്രസൻസ് തന്നെയാണ്. അപ്പോൾ ലിവർ ഫ്ലൂക്ക് ആണെങ്കിലും റൗണ്ട് വേം ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരേ പാരസൈറ്റിക് അഡാപ്റ്റേഷൻ പഠിച്ചാൽ മതിയാവും. ഓക്കെ, അത് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ചിത്രം നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിരിക്കണം. അത് പ്രത്യേകമായി ശ്രദ്ധിക്കും. നാലാമതായി വരാറുള്ള ഒന്നാണ് എർത്ത് വേംസ്. എർത്ത് വേമിൻ്റെ ഒരു ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ എർത്ത് വേമിൻ്റെ ഡയഗ്രം തന്നിട്ട് ഇതിൻ്റെ നെയിമൊക്കെ എന്ത് ചെയ്യും, അവർ ഹൈഡ് ചെയ്ത് വെക്കും കേട്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളോട് ഈ ഇമേജ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? ദ ഓർഗാനിസം ഈസ് എർത്ത് വേം എന്ന് എഴുതണം. സാധാരണയായിട്ട് എർത്ത് വേമിനെ പറ്റി അധികവും ചോദിക്കാറുള്ളതാണ് പറയുന്നത്. നിങ്ങൾ മറ്റുള്ളത് നോക്കേണ്ട എന്നല്ല, പൊതുവെ ചോദിക്കാറുള്ളത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. സോ എർത്ത് വേമിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയറേറ്റ് ദ സോയിൽ, മണ്ണിൽ എയറേഷൻ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നു. ഇൻക്രീസ് ദ ഫെർട്ടിലിറ്റി. ഞാൻ ഈ അണ്ടർലൈൻ ചെയ്ത പോയിൻ്റ് മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതിയാവും. ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് ലഭിക്കും. ഈ പറഞ്ഞവയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ചോദിക്കുക. ഓക്കെ, ഇനി നിങ്ങളോട് ഇതിൻ്റെ ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ ചോദിക്കുകയാണെങ്കിൽ ബോഡി ഈസ് ഇലോങ്ങേറ്റഡ്, സിലിണ്ട്രിക്കലാണ്, സെഗ്മെൻറ്റഡ് ബോഡി, ഏതെങ്കിലും ഒരു പോയിൻ്റ് എഴുതിയാലും മതിയാവും. ഓക്കെ, ഇനി എർത്ത് വേം അല്ലെങ്കിൽ നമ്മോട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ജീവിയാണ് ലീച്ച്. ഇതാണ് ലീച്ചിൻ്റെ ഇമേജ്. ഈ ലീച്ചിൻ്റെ ഇമേജ് നൽകിക്കഴിഞ്ഞാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ ലീച്ചിൻ്റെയും പാരസൈറ്റിക് അഡാപ്റ്റേഷനാണ് അധികവും ചോദിക്കാറുള്ളത്. പാരസൈറ്റിക് അഡാപ്റ്റേഷനായിട്ട് നമുക്ക് എഴുതാവുന്ന ഒന്നാണ് പ്രസൻസ് ഓഫ് സക്കേഴ്സ് ഫോർ അറ്റാച്ച്മെൻറ്റ്. എന്തെഴുതാം? പ്രസൻസ് ഓഫ് സക്കേഴ്സ് ഫോർ അറ്റാച്ച്മെൻറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ 1/2 മാർക്ക് ലഭിക്കും. ലീച്ചിൻ്റെ പേരും എഴുതണേ. ലീച്ച് എന്ന് എഴുതുന്നതിനാണ് 1/2 മാർക്ക്. അഡാപ്റ്റേഷൻ എഴുതുന്നതിന് വീണ്ടും 1/2 മാർക്ക്. ടോട്ടലി 1 മാർക്കാണ് നമുക്ക് ലഭിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഹണി ബി, 6ാമത്തെ ഒരു ചാൻസാണ് ഹണി ബി. തേനീച്ചയുടെ ചോദിച്ചേക്കാം. തേനീച്ചയുടെ ഈ ഒരു ചിത്രം നിങ്ങളുടെ മുൻപിൽ വെക്കുന്ന സമയത്ത് ഹണി ബി എന്നുള്ളതൊന്നും കാണിക്കില്ല. എന്നിട്ട് സാധാരണയായിട്ട് അധികവും ചോദിക്കാറുള്ളത് ഇതിൻ്റെയും എക്കണോമിക് ഇമ്പോർട്ടൻസാണ്, സാമ്പത്തിക പ്രാധാന്യമാണ് ചോദിക്കുക.
അപ്പോൾ എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് എഴുതാനുള്ളത് ഇറ്റ് പ്രൊവൈഡ് ഹണി, തേന് തരുന്നു എന്നുള്ള പോയിൻ്റാണ് നമുക്ക് എഴുതാനുള്ളത്. ആ ഒരു പോയിൻ്റ് മാത്രം എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കും. ഇറ്റ് പ്രൊവൈഡ് ഹണി എന്ന് എഴുതിയാൽ മതി. ഇനി വേണമെങ്കിൽ ഇറ്റ് ഈസ് എ ഗുഡ് പോളിനേറ്റർ, പോളിനേഷൻ സഹായിക്കുന്നു എന്ന് എഴുതിയാലും കുറച്ചുകൂടി നന്നായി. 2 പോയിൻ്റൊക്കെ ഇത് നല്ലതാണ്. ഓക്കെ, ഇനി അടുത്തതാണ് സിൽക്ക് വേം. സിൽക്ക് വേമിൻ്റെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ സിൽക്ക് വേമിൻ്റെ ഇമേജ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് തന്നെയാണ് അധികവും ചോദിക്കുക. എല്ലാറ്റിൻ്റെയും ഒരു ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടർ കൂടി നിങ്ങൾ പഠിക്കുന്നത് നന്നായിരിക്കും. എന്നാലും മോസ്റ്റ് കോമൺലി പൊതുവെ ചോദിക്കാൻ സാധ്യതയുള്ള പോയിൻ്റാണ് ഞാൻ പറയുന്നത്. സിൽക്ക് വേമിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താണ്? അത് നമുക്ക് സിൽക്ക് തരുന്നുണ്ട്. സിൽക്ക് നമുക്ക് നൽകുന്ന ആരാണ്? ഈ സിൽക്ക് വേം എന്ന് വിളിക്കുന്ന ജീവിയാണ്. ഇതിൻ്റെ ഫോട്ടോ തരും. അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് നമുക്ക് എഴുതാം. ഓക്കെ, 8ാമതായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള പ്രൗണാണ്. പ്രൗണിൻ്റെ ചിത്രം നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്രൗണിൻ്റേതും സാധാരണയായിട്ട് അധികവും ചോദിക്കാറുള്ളത് എന്താണ്? എക്കണോമിക് ഇമ്പോർട്ടൻസ് ആയിരിക്കും. എക്കണോമിക് ഇമ്പോർട്ടൻസിൻ്റെ കാര്യത്തിൽ ഭക്ഷ്യയോഗ്യമായതാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് എഴുതിയാൽ മതി. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫുഡ്സ്, ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് എഴുതിയാൽ മതിയാവും. ഓക്കെ, ആൻഡ് ദ 9th വൺ ഇസ് പൈല. പൈലയാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ സാധാരണയായിട്ട് അതിൻ്റെ ഒരു ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടറാണ് ചോദിക്കാറുള്ളത്. അത് നിങ്ങൾക്ക് എന്ത് എഴുതാം? ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ആപ്പിൾ സ്നെയിൽ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, സോ പൈലയുടെ ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടറായിട്ട് ആപ്പിൾ സ്നെയിൽ എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും, എന്നും വിളിക്കുന്നു എന്ന് പറയാൻ പറ്റും. 2ാമത് നമുക്ക് എഴുതാവുന്ന ഒരു പോയിൻ്റാണ് ദ ബോഡി ഈസ് ഡിവൈഡഡ് ഇൻ ടു ഹെഡ്, ഫുട്ട് ആൻഡ് വിസറൽ ഹംബ്. ബോഡിയെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് 10ാമതായിട്ട് നമ്മൾ പഠിക്കാനുള്ളതാണ് സ്റ്റാർഫിഷിൻ്റെ ഈ ഒരു ഇമേജ് തന്നിട്ട് സാധാരണ ചോദിക്കാറുള്ളത് ഇതിൻ്റെ ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടറാണ് അധികവും വരാറുള്ളത്. ഇതിൻ്റെ ഒരു ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടറെ നമുക്ക് പറയാവുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം പ്രസൻ്റാണ്. എന്താണ് എഴുതേണ്ടത്? പ്രസൻസ് ഓഫ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം. ഇങ്ങനെ ഈ കാണിച്ചിരിക്കുന്ന 10 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നാണ് നമുക്ക് എക്സാമിന് വരിക. ഇതിന് ആകെ നമുക്ക് കിട്ടാവുന്ന മാർക്ക് 1 മാർക്കാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക, മികച്ച സ്കോറ് തയ്യാറാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു PDF നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വളരെ കൂടുതലായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു PDF തയ്യാറാക്കിയിരിക്കുന്നത് ബാങ്ക് ഓഫ് ബയോളജി എന്ന യൂട്യൂബ് വെബ്സൈറ്റുള്ള അത് സാറാണ്. ഈ സാറ് നമുക്ക് പരിചയമൊന്നുമില്ല എങ്കിൽ കൂടി അദ്ദേഹത്തിനോടുള്ള ഒരു കടപ്പാട് കൂടി സന്തോഷം കൂടി അറിയിക്കുകയാണ്. ഇത്തരത്തിലുള്ള അധ്യാപകരുടെ വലിയ ശ്രമങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇത്തരത്തിലുള്ള എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും നമ്മുടെ ബയോ വേൾഡിൻ്റെ സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.